ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിന്റെ പുതിയ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ പബ്ലിഷ് ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ അതിന്റെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് ഏത് രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആ സെറ്റിങ്സ് ഒക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ ലോങ് ആയിക്കോട്ടെ ഷോർട്ട് ആയിക്കോട്ടെ അതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായ ഓപ്ഷൻ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ആ സെറ്റിങ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലോ കയറി വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ വരുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ചാനൽ മാറിയതാണ്. അതിനുശേഷം ഏറ്റവും താഴെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജനറൽ ആദ്യം കാണിക്കുന്നത് യുഎസ് ഡോളർ കറൻസിയുടേതാണ്. അതിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. മോണിറ്റൈസ് ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. രണ്ടാമത് വരുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ചാനൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യം വരുന്നത് ബേസിക് ഇൻഫോ, അതിൽ കൺട്രി ഓഫ് റെസിഡൻസ് അത് ഇന്ത്യ എന്ന് കൊടുക്കുക. നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക. അതിനുശേഷം വരുന്നത് കീവേഡ്സിൽ ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കീവേഡ്സിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിക്ക് അനുസൃതമായ കീവേഡ്സുകളാണ് അതിൽ കൊടുക്കേണ്ടത്. അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് അത് ഇതിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഇതിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ചാനലിൻ്റെ നെയിം എഴുതുക. പിന്നെ നിങ്ങളുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അതിൻ്റെ കീവേഡ്സുകളാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. അതിനുശേഷം അഡ്വാൻസ്ഡ് സെറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷനുകൾ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ചാനലാണെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ കണ്ടാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് അവിടെ തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് മൂന്നാമത്തത് ഓപ്ഷൻ. അത് ഞാനിപ്പോൾ രണ്ടാമത്തതിൽ കൊടുത്തു. അതിനുശേഷം വരുന്നത് ഓട്ടോമാറ്റിക് ക്യാപ്ഷനിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം വരുന്നത് അഡ്വർടൈസ്മെൻറ്റിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം വരുന്നത് ക്ലിപ്സ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിപ്സ് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. അത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഓഡിയൻസിന് കട്ടായി അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതാണ്. അതിനുശേഷം വരുന്നത് തേർഡ് പാർട്ടി ട്രേഡിംഗ്, അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം ഫ്യൂച്ചർ എലിജിബിലിറ്റി, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനുകളാണ് വരുന്നത്. ഇതിൽ മിക്കവാറും എല്ലാ പേരുടെയും 2 ഓപ്ഷനുകൾ ഓപ്പൺ ആയിട്ടുണ്ടാവും, മൂന്നാമത്തത് ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങളുടെ ID കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ആധാർ നടക്കില്ല, ബാക്കിയുള്ള ഐഡികൾ കൊടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ 6 സെക്കൻഡുള്ള ഒരു സെൽഫി വീഡിയോ ഉപയോഗിച്ച് വേണമെങ്കിലും അത് ഇനേബിൾ ചെയ്യാവുന്നതാണ്. ഇനേബിൾ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെന്നാൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ലൈവ് സ്ട്രീം പോലുള്ള ഫ്യൂച്ചറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ 3ഉം എനേബിൾ ആണ്, അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യേണ്ടതില്ല. അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷനായ അപ്ലോഡ് ഡിഫോൾട്ടിൽ ബേസിക് ഇൻഫോ ടൈറ്റിൽ ആദ്യം കാണുന്നത് ടൈറ്റിലാണ്. ടൈറ്റിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ഓരോരോ വീഡിയോക്ക് നിങ്ങൾ ഓരോരോ സെപ്പറേറ്റ് ടൈറ്റിലായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ടൈറ്റിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് വരുന്നത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം ആഷ് കീ ഉപയോഗിച്ച് അവിടെ നൽകാവുന്നതാണ്. അതിനുശേഷം വരുന്നത് വിസിബിലിറ്റിയിൽ വരുന്നത് 3 ഓപ്ഷനാണ്: പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, പബ്ലിക്. ഇത് അൺലിസ്റ്റഡ് ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ തംബ്നെയിലും കാര്യങ്ങളും സെറ്റിങ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോ ഷെഡ്യൂൾ ടൈം വെച്ച് പബ്ലിക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ മൂന്നാമത്തെ ഓപ്ഷനായ ടാഗ്, ഈ ടാഗിൽ വേണമെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് തിരിച്ചും മറിച്ചും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്നത് അഡ്വാൻസ്ഡ് സെറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്ങുകൾ കൂടുതൽ ശ്രദ്ധിക്കുക. അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ആദ്യം കാണുന്ന അലോ ഓട്ടോമാറ്റിക് ചാപ്റ്റർ ആൻഡ് കീ മൂവ്മെൻറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ അത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വരുന്നത് യൂട്യൂബ് ലൈസൻസ് ആണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം വരുന്നത് വീഡിയോ ലാംഗ്വേജ്. ഇപ്പോൾ എൻ്റെ വീഡിയോ ലാംഗ്വേജ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് മലയാളം എന്നാണ്. നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങൾ ഏത് ലാംഗ്വേജിലാണോ വീഡിയോ ചെയ്യുന്നത് ആ ലാംഗ്വേജാണ് അവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ ഹിന്ദിയിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ അവിടെ ലാംഗ്വേജ് ഹിന്ദി കൊടുക്കുക. നിങ്ങൾ ഇംഗ്ലീഷിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇംഗ്ലീഷ് കൊടുക്കുക. ഞാൻ മലയാളം ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മലയാളം കൊടുത്തു.
അതിനുശേഷം വരുന്നത് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. അവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കുക. കമൻറ്റ് ഓപ്പൺ ആക്കി വെക്കുന്നതിലൂടെ നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങളുടെ ചാനലിൽ വന്ന് കമൻറ്റ് ഇടാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഷോ ഹൗ മെനി വ്യൂസ് ലൈക്ക് ദിസ് വീഡിയോ. അവിടെ ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ എത്ര വ്യൂസ് കണ്ടു, എത്ര ലൈക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിനുശേഷം മുകളിൽ രണ്ടാമതായി കാണുന്നത് കാറ്റഗറി. നിങ്ങളുടെ കാറ്റഗറി എന്താണോ ആ കാറ്റഗറിയാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ശേഷം കാണുന്നത് നണ്ണ് തന്നെയാണ്, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. അതിനുശേഷം മോഡറേഷൻ ബേസിക്, അതും നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ശേഷം താഴെ കാണുന്ന സേവ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൻ്റെ അത്യാവശ്യമായ സെറ്റിങ്സുകളൊക്കെ നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി ചെയ്ത് നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക.